അവസ്ഥയിലാണ്, തുര്യാവസ്ഥയിലാണ്, മഹാജാഗ്രത അവസ്ഥയിലാണ്, സ്വപ്നത്തിലാണ്. സമഷ്ടി മനസ്സെന്ന് പറയുന്നത് ഈ സമഷ്ടി മനസ്സെന്ന് പറയുന്നത് യൂണിവേഴ്സൽ മൈൻഡ് എന്നാണ് അർത്ഥം, വേറൊന്നുമല്ല. അപ്പോൾ നമ്മുടെ ആ കോസ്മിക്, അതെ, നമ്മുടെ കോസ്മിക് മൈൻഡുമായിട്ടുള്ള യൂണിയനാണ് സമഷ്ടി മനസ്സ്. നമ്മളിപ്പോൾ ഇൻഡിവിജ്വലായിട്ടിരിക്കുന്ന മനസ്സെന്ന് പറയുന്നത് വ്യക്തിയാണ്, വ്യഷ്ടിയാണ്. സംസ്കൃതി വ്യഷ്ടി മനസ്സെന്ന് പറയും. അപ്പോൾ ആ കോസ്മിക് മൈൻഡുമായിട്ടുള്ള യൂണിയൻ, യോഗം സാധ്യമാകുന്നത് തുര്യാവസ്ഥയിൽ തന്നെയാണ്, സംശയമില്ല. തുര്യാവസ്ഥയിൽ സമാധിയുടെ സുഖം അനുഭവിക്കുകയാണല്ലോ. സമാധിയുടെ, അതായത് സുഷുപ്തിയിൽ, ജാഗ്രതയിൽ സുഷുപ്തിയുടെ സുഖം അനുഭവിക്കുകയാണ് തുര്യാവസ്ഥയിൽ. അപ്പം തന്നെ സമഷ്ടി മനസ്സ് ഉണ്ടെന്നർത്ഥം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആ സമയത്ത് മനസ്സ് ഫങ്ഷണലാണ് എന്ന് ഓർക്കണം. ഫങ്ഷനുകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാവുകയും അല്ലാത്ത സമയത്ത് തിരോധാനം ചെയ്യുകയും ചെയ്യുന്ന രീതിയിലാണ് സമഷ്ടി മനസ്സിൻ്റെ ആ സമയത്തെ ശാരീരികമായിരിക്കുന്ന അനുഭവം. അപ്പോൾ അങ്ങനെ ശാരീരികമായിരിക്കുന്ന അനുഭവം ആവശ്യാനുസരണം മുമ്പോട്ട് വരികയും അല്ലാത്തപ്പം വിഡ്രോ ചെയ്യപ്പെടുകയും ചെയ്യുന്ന രീതിയിലാകുമ്പോൾ ഒരു പരിധി വരെ ഈ സമഷ്ടി മനസ്സിൻ്റെ അനുഭവം നടക്കുന്ന അവസ്ഥയെ തുര്യാതീത അവസ്ഥ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം തുര്യാവസ്ഥയിൽ പരമാവധി ആനന്ദലബ്ധിയോടുകൂടി ചിത്തിനെ അനുഭവിച്ചുകൊണ്ട് ഏതാണ്ട് ക്രിയാരഹിതനായി ഇരിക്കുന്ന അവസ്ഥയിലാണ് ഒരുവൻ. തുര്യാതീത അവസ്ഥയിൽ സക്രിയനാണ്. കാരണം ഈ സമഷ്ടി മനസ്സുമായി യോഗം ചെയ്യപ്പെടുന്നത് കൊണ്ട് ആ സമയത്ത് വാസ്തവത്തിൽ വ്യാവഹാരികമായ ലോകത്തേക്ക് തിരിച്ചു വന്നുവെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിൽ പ്രാപഞ്ചികമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവയിൽ പ്രാപഞ്ചികമായിരിക്കുന്ന ഒരു മനസ്സിൻ്റെ ഭാഗമായിട്ട് ചിന്തകൾ വരികയും ചിന്തകൾ പോവുകയും ചെയ്യാം. ആ ചിന്തകൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ പോലുള്ള പരിമിതമായ ചിന്തകളല്ല, അവയൊക്കെ സങ്കല്പങ്ങളാണ്, പൊട്ടൻസിയുള്ള തോട്ടുകളാണ്. ഈ മാനസികാവസ്ഥ എന്നതിനെ വിളിക്കാം. അല്ലെങ്കിൽ ഈ സമഷ്ടി മനസ്സ്, ശബ്ദം ഉണ്ടാക്കരുത് ആരാ, സമഷ്ടി മനസ്സിൻ്റെ അവസ്ഥയിൽ എന്ത് പ്രാപഞ്ചികമായിരിക്കുന്ന എല്ലാ സൃഷ്ടിപരവും സംഹാരപരവുമായിരിക്കുന്ന സ്ഥിതിപരമായിരിക്കുന്ന എല്ലാ പ്രോഗ്രാമുകളും ആ അവസ്ഥയിൽ നിർണയിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു മിനിയേച്ചറാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യഷ്ടി മനസ്സ്. സമഷ്ടി മനസ്സ് സങ്കല്പം കൊണ്ട് എങ്ങനെയാണോ കോൺസെൻട്രേറ്റഡായിട്ട് ഒരു തോട്ടിനകത്തേക്ക് അതിൻ്റെ ഊർജം കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ വ്യഷ്ടി മനസ്സിലും കോൺസെൻട്രേറ്റഡായിട്ട് ഊർജം കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു ചിന്തയെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. അപ്പോൾ ചിന്തയെ സാക്ഷാത്കരിക്കുന്നതിന് ആവശ്യമായ ഘടകം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തയുടെ ഏകാഗ്രതയാണ്. ബദ്ധനായിരിക്കുന്ന അവസ്ഥയിൽ ഒരുവൻ ചിന്താകലുഷിതമായിരിക്കുന്ന മാനസികാവസ്ഥയിൽ അവന് ചിന്തകളുടെ ഏകാഗ്രത കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ചിന്ത വരുമ്പോൾ ആ ചിന്തയെ സംബന്ധിച്ച് തന്നെയുള്ള വീണ്ടും വിചാരങ്ങൾ അല്ലെങ്കിൽ വിലയിരുത്തലുകൾ, നിർണയങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള നിർണയങ്ങളും വിധി തീർപ്പുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ചിന്തയ്ക്ക് ബലം കുറയുന്നു. എന്നാൽ സമഷ്ടി മനസ്സിൻ്റെ സമയത്ത് ഇത്തരത്തിലുള്ള സങ്കല്പങ്ങൾ സാധാരണമാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ സമഷ്ടി മനസ്സിൽ
ഈ പ്രതിലോമ ചിന്തകൾ അല്ലെങ്കിൽ നിർണ്ണയിക്കാനുള്ള താല്പര്യം, വിലയിരുത്താനുള്ള താല്പര്യം, വേരുപിഴുത് പരിശോധിക്കാനുള്ള താല്പര്യം, ഇങ്ങനെയുള്ള സെക്കൻഡ് തോട്ടുകളൊന്നും തന്നെ ഇല്ല. വൺസ് എ തോട്ട് അറൈസസ് ഇറ്റ് ഈസ് ഫൈനൽ. അപ്പം അതിന് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. കാരണം എവിടെ നിന്നാണ് ഈ സെക്കൻഡ് തോട്ടുകൾ ഉണ്ടാകുന്നത്? ഭയങ്ങളിൽ നിന്നാണ്. ഭയങ്ങളിൽ കൂടിയാണ് നയം ഉണ്ടാകുന്നത്, ഞാനെപ്പോഴും പറയാറുണ്ടല്ലോ. ആ ഭയങ്ങളിൽ കൂടിയാണ് ഒരു നയം സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചിന്ത നമ്മൾ വീണ്ടും ആലോചിക്കാൻ, അതിനെ മുന്നോട്ട് വരണോ, പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണോ, അതോ ചിന്തയായിട്ട് മാറ്റി വയ്ക്കണോ എന്നുള്ള ആലോചന പിന്നെ നമ്മൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്നത്. എന്നാൽ ആ അവസ്ഥയിൽ അത്തരത്തിലുള്ള ഭയമില്ല, ഭയരഹിതനായിരിക്കുന്നൊരവസ്ഥയാണ്. ആ ഭയരഹിതമായിരിക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും സെക്കൻഡ് തോട്ടുകളില്ല. ഉണ്ടാകുന്നത് എന്താണോ അത് ബലത്തോടു കൂടിയത് തന്നെ ആയിരിക്കുന്നു എന്നതാണ്. അത് വജ്രസങ്കല്പങ്ങളായിട്ട് മാറും. ഇതാണ് മനസ്സിലാക്കേണ്ട വിഷയം. അപ്പം അത് എന്ന് പറഞ്ഞ് ആ സമയത്ത് മുഴുവൻ സങ്കല്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. മഹത്തായ പ്രാപഞ്ചികമായിരിക്കുന്ന മനസ്സുമായിട്ട് വളരെ ചേർന്ന് പോകുന്നത് കൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിലേക്ക് വരാൻ ഒരു താല്പര്യവും ആ സമയത്ത് ഇല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ വിരളമായി മാത്രമേ ആ ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് വരുന്നുള്ളൂ. അതൊരു നമ്മളെ ഒരു സാധാരണ ഒരു കലാകാരനോ അല്ലെങ്കിൽ ഒരു വലിയ അപൂർവ സാധകനോ ഒക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ സാധനാ ജീവിതത്തിൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒരു മഹാസാധ്യതയിലേക്ക് എത്തി നോക്കുകയാണെങ്കിൽ എങ്ങനെ സംഭവിക്കുന്നു? അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. വളരെ അപൂർവമായിട്ട് മാത്രമേ അത്തരത്തിലുള്ള പരിമിതിയിലേക്ക് എത്തി നോക്കുന്നുള്ളൂ. അത്തരത്തിലുള്ള പരിമിതിയിലേക്ക് എത്തി നോക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് നിത്യമായിരിക്കുന്നൊരു സംഭവമായിട്ട് കാണരുത്. ഒരിക്കലും ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാമെന്നോ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ നടപ്പാക്കാമെന്നോ ഒന്നും വിചാരിക്കുന്നൊരു വ്യാമോഹത്തിന് പ്രസക്തിയൊന്നുമില്ല. അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. പക്ഷേ ആ സമയത്തുള്ള ആ സമഷ്ടി മനസ്സ് എന്ന് പറയുന്നത് ഇതുപോലെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പിന്നെ ആവശ്യമുള്ള സമയത്ത് മാത്രം പ്രവർത്തിക്കുന്നതും അല്ലാത്ത സമയത്ത് അത് വിലയം പ്രാപിച്ച് പ്രത്യേക ഇൻഡിവിജ്വാലിറ്റി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. സാറ് പറഞ്ഞല്ലോ സമഷ്ടി മനസ്സിന്റെ പ്രത്യേകതകൾ. അപ്പൊ എന്റെ മനസ്സിൽ വന്നൊരു ആശയം എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ബുദ്ധൻ പുതിയ പുതിയ കാര്യങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നു, അദ്ദേഹവും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള തരത്തിലൊരു അനുദിനം അദ്ദേഹം ആ ഒരു ആനന്ദവും എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ആനന്ദവും അദ്ദേഹം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ആ ഒരു ആസ്പെക്ട് ഈ ഒരു സമഷ്ടി മനസ്സുമായിട്ട് നമുക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്? ആ പ്രക്രിയ നടക്കുന്നത് സമഷ്ടി മനസ്സിൽ തന്നെയാണ്. ആ സമഷ്ടി മനസ്സുണ്ടെങ്കിൽ ആനന്ദം അനുഭവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫങ്ഷണലായിട്ടൊരു മൈൻഡ് ഉണ്ടാകുമെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഫങ്ഷണലായിട്ടുള്ള മൈൻഡ് ആ സമയത്ത് സമഷ്ടി മനസ്സാണ്, സംശയമില്ല. ആ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് അത് ആനന്ദം അങ്ങനെ അനുഭവിക്കാൻ ഒക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആനന്ദത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. ഒരു വ്യഷ്ടി മനസ്സിൽ ലിമിറ്റഡ് ആയിരിക്കുന്ന മെൻ്റൽ സെറ്റപ്പിനകത്ത് അത് അനുഭവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഓളമിനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സ്ട്രെങ്ത് ഉള്ള താങ്ങാൻ പറ്റാത്തതായ അനുഭവങ്ങളാണ്. അപ്പോൾ ആ അനുഭവങ്ങൾ കോസ്മിക്കായിട്ടൊരു മൈൻഡ്, അതായത് സമഷ്ടി മനസ്സിനകത്ത് മാത്രമേ അനുഭവിക്കാൻ സാധ്യതയുള്ളൂ. അപ്പം ഇപ്പം ചോദിച്ച എല്ലാ അനുഭവങ്ങളും സമഷ്ടി മനസ്സിൻ്റെ സാന്നിധ്യത്തിലാണ് ഒരു ബുദ്ധൻ അനുഭവിക്കുന്നത്. തീർച്ചയായിട്ടും ആ സമയത്ത് സമഷ്ടി മനസ്സിൽ തന്നെയാണ്, അല്ല ഇൻഡിവിജ്വൽ മൈൻഡിലേക്ക് അത് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴേ സാറേ, അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ സമഷ്ടി മനസ്സ് പിന്നെ എന്ന് പറയുന്നത്, കോസ്മിക് മൈൻഡ് എന്ന് പറയുന്നത് ഒന്നല്ലേ ഉള്ളൂ. അപ്പോ അനേകം ബുദ്ധന്മാർ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ
എല്ലാവരിലും പ്രവർത്തിക്കുന്ന സമഷ്ടി മനസ്സ് എന്ന് പറയുന്നത് ഒന്നായിരിക്കാനുള്ള സാധ്യത. അപ്പോ നമ്മുടെ സാധാരണ നമ്മുടെ ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയുടെ കാര്യം ആലോചിച്ചു. ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഒരേപോലൊരു ഒരു ഒരു വലിയ സമഷ്ടി സംവിധാനമാണ്. അതിപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സൂം ഡിസ്കഷന് വേണ്ടിയാണ്, മറ്റൊരു സ്ഥലത്ത് യൂട്യൂബ് സ്ട്രീമിങ്ങിന് വേണ്ടിയായിരിക്കും, വേറത്തെ ലൈവ് വീഡിയോയ്ക്ക് വേണ്ടിയായിരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, വേറൊരു അക്സസ് ഉള്ള ഒരാളത് ഇൻഫർമേഷൻ കളക്ഷന് വേണ്ടിയായിരിക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നാനാവിധ ഉപയോഗങ്ങൾക്ക് ഒരു നെറ്റ്വർക്കിനെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു ഇലക്ട്രിസിറ്റി കണക്ഷനിൽ നിന്ന് ഫാന്, ലൈറ്റ്, വാക്വം ക്ലീനർ, വാഷിംഗ് മെഷീൻ, ബർണർ, ഇങ്ങനെ പല പല സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നില്ലേ. അതുപോലെയാണ് ആ കോസ്മിക് എനർജി, കോസ്മിക് മൈൻഡ് എന്ന് പറയുന്നത് എനർജി ഫോം തന്നെയാണ്, സംശയമില്ല. അപ്പോൾ ആ അവസ്ഥ പല കണക്ഷനുകളിൽ കൂടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, പല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും തീർച്ചയായിട്ടും. അങ്ങനെയായിരിക്കും സാധിക്കുന്നത്. അല്ലാതെ എല്ലാവരും കൂടി കോസ്മിക് മൈൻഡ് ഒരൊറ്റ സിനിമ കാണാൻ കയറിയിരിക്കുന്ന ഒരവസ്ഥയല്ല. ബുദ്ധന്മാരെല്ലാം കൂടി ഒരു സിനിമ കാണുകയും നിയന്ത്രിതമായിട്ടൊരു സിനിമ കാണിച്ചുകൊണ്ടിരിക്കുകയും, നമുക്കിപ്പോൾ സിനിമാ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ഒരു സിനിമ ഇടും. അത് നമ്മൾ 10-300 പേരോ 200 പേരോ എത്രയാണെന്ന് വെച്ചാൽ അത്രയും പേര് ഒരുമിച്ച് ഇന്ന് ആ സിനിമ കാണാൻ നിർബന്ധിതരാണ്. അതിന് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു ഫോണും ഈ ഹെഡ്ഫോണും വെച്ചുകൊണ്ട് ഒരുപക്ഷെ വേറൊരു സിനിമ ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമായിരിക്കും. അത് വേറെ കാര്യം, പൊതുവേ പറയുകയാണെങ്കിൽ. കാരണം അങ്ങനൊരു ചോദ്യം വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് എന്തൊരു ബുദ്ധനാണ് എന്ന് ചോദിച്ചുകൊണ്ട് വന്നേക്കാം. അതുകൊണ്ട് അത്തരം ചോദ്യം വരാതിരിക്കാൻ വേണ്ടി ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ് വിചാരിച്ചോളൂ. ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു സിനിമ കാണാൻ നിർബന്ധിതരാണ്. അത്തരത്തിൽ ഒരു എക്സ്പീരിയൻസിൻ്റെ ഏകതാനതയിലേക്ക്, ഒരു യൂണിഫോമിറ്റിയിലേക്ക് നിർബന്ധിതരല്ല ബുദ്ധന്മാർ. അങ്ങനെ തിരിച്ചരിക്കരുത്. അപ്പോൾ ആ ബുദ്ധന്മാർ ഇൻഡിവിജ്വലായിട്ട് തന്നെ അവരുടേതായ പല മേഖലകളിലേക്കും അവർ സഞ്ചരിക്കുകയും പല വ്യക്തികളിലേക്കും സഞ്ചരിക്കുകയും പല വ്യക്തികളുടെ അനുഭൂതികളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുകയും, ഇതെല്ലാം ഇങ്ങനെ ഒരു സെക്കൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തന്നെയും ഓരോന്നും വ്യതിരിക്തമായ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള, ഡീവിയേറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളാണ്. അവയ്ക്കൊന്നും ഒരു യൂണിഫോമിറ്റി ഉണ്ടാകണമെന്നൊന്നുമില്ല, അങ്ങനെ ഉണ്ടാകുകയുമില്ല. ഇതാണ് പ്രകൃതിയുടെ മഹാസാധ്യത. പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് ഏറ്റവും ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായിരിക്കുന്ന ഘടകം എന്ന് പറയുന്ന ആ സമഷ്ടിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന ഘടകത്തിൽ പോലും ഈ വൈവിധ്യം അത് കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ വൈവിധ്യത്തിനെ നമുക്ക് ഇവിടെ ഒരു ചലന്തി അതിൻ്റെ ഇടയ്ക്ക് വല കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം കൊണ്ട്. അപ്പോൾ അതൊരു വൈവിധ്യം. അതിനിപ്പോൾ ചർച്ചയെന്നോ സൂമെന്നോ ഒന്നും അതിന് താല്പര്യമില്ല. അതിങ്ങനെ ഓടിപ്പറക്കുന്നു. 2-3 പ്രാവശ്യം കുറുക്കെ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വല കിട്ടുകയാണ്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ഈ വല പൊട്ടിപ്പോകുമല്ലോ എന്നൊരു ദുഃഖം നമുക്ക് അതിനോട് പങ്കുവയ്ക്കാം എന്തായാലും. അപ്പോൾ അത്തരത്തിൽ ഒരു യൂണിഫോമിറ്റിയിലേക്കല്ല പോകുന്ന ആ ഡൈവേഴ്സിറ്റി, മനോഹരമായിരിക്കുന്ന ഡൈവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഡൈവേഴ്സിറ്റി ആദ്യം മുതൽ അവസാനം വരെ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ ആ യൂണിഫോമിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലാം വയലൻസാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു വിശ്വാസം ഉണ്ടാക്കുകയാണെങ്കിൽ ആ വിശ്വാസം എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം, എല്ലാവരും കൂടെ അതിൽ വിശ്വസിച്ചോണം എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ ഞാനൊരു ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് അത് തന്നെ നിങ്ങളെല്ലാം കഴിച്ചോണം എന്ന് പറയുന്നതോ, ഞാൻ കഴിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ കഴിക്കണം എന്ന് പറയുന്നതോ, ഞാൻ വേഷം ധരിക്കുന്ന പോലെ നിങ്ങളും വേഷം ധരിക്കണം എന്ന് പറയുന്നതോ, ഇതൊക്കെ തന്നെയും പ്രകൃതിയുടെ അടിസ്ഥാനപരമായ പ്രകൃതിക്ക് വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഗുരു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ എന്തെങ്കിലും ഒരു യൂണിഫോമിറ്റി അടിച്ചേൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നില്ല, ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലെ ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാൽ അനുകരിക്കുന്ന ജോലി ശിഷ്യന്മാർ ചെയ്തോളും, അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ ഗുരു എന്ന് പറയുന്നത് പ്രാകൃതികമായിട്ട് ഞാൻ നേരത്തെ പറയുന്നത് ക്ലസ്റ്ററുകൾ ഉണ്ടാക്കുന്നു. പ്രകൃതിയുടെ ഏറ്റവും വ്യക്തിപരമായ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു സ്വഭാവമാണ് ആ ക്ലസ്റ്ററുകളിൽ ഉണ്ടായിക്കഴിയുകയാണെങ്കിൽ വ്യക്തിഗതമായിട്ടൊരുവൻ മുകളിലേക്ക് യാത്ര ചെയ്ത് അവൻ ബോധപ്രാപ്തിയിലെത്തുക എന്നുള്ളതാണ് പ്രകൃതിയുടേതായ വഴി, അതിന് സംശയമൊന്നുമില്ല.
അപ്പോൾ ക്ലസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ആ ക്ലസ്റ്ററുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്ലട്ടറുകൾ ഉണ്ടാവുകയാണെങ്കിൽ, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടാവുകയാണെങ്കിൽ, ഈ കുറവുകൾ മാഗ്നിഫൈഡായിട്ട് കാണുകയും പ്രകൃതി അവയെ തിരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ശിഷ്യന്മാർ സൂക്ഷിക്കാത്തിടത്ത് ബുദ്ധന്മാർക്ക് തന്നെ കേടുണ്ടാകുന്ന രീതിയിൽ പ്രകൃതി അവർക്കെതിരെ പെരുമാറുന്നതായിട്ടും നമുക്ക് കാണാം. കാരണം അത് ശാരീരികമായിരിക്കുന്ന ലിമിറ്റേഷനിലാണ് ഞാൻ ഈ പറയുന്നത്. ശാരീരികമായിരിക്കുന്ന ഒരു യൂണിറ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം താങ്കൾ ഒരു നല്ല കാറ് വാങ്ങിച്ചു, വളരെ നല്ലൊരു കാറാണ്. പക്ഷെ ആ കാറിൻ്റെ ഒരു പിന്നെ ഭാഗം, കാറ് മുന്നോട്ട് പോകുന്ന പോലെയാണ് പ്രപഞ്ചം മുന്നോട്ട് പോകുന്നതിൽ അതിൻ്റെ ഓരോ ഭാഗവും ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രപഞ്ചം മുന്നോട്ട് പോകുന്നതിൽ ഓരോ ബുദ്ധനും ഉത്തരവാദിത്തമുണ്ട്, തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമോ അല്ലെങ്കിൽ നമ്മുടെ കാറിലെ ഒരു പാർട്ടോ പ്രവർത്തിക്കാതിരിക്കുകയോ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വൈകല്യം കാണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ ശരിയാക്കാൻ കറക്ഷണൽ മെഷേഴ്സ് എടുക്കും, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യും. ഇത് നടന്നുകൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു വ്യക്തി അദ്ദേഹത്തിന് ചുറ്റും ആൾ കൂടുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രകൃതി വിരുദ്ധത ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നമ്മൾ വാസ്തവത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? അത്തരത്തിലുള്ള ചേർന്നിരിപ്പുകൾ, സംഘങ്ങൾ ചേരൽ, സംഗമങ്ങൾ, ഇതൊന്നും ഇനി നടപ്പില്ലാത്ത സാഹചര്യങ്ങളിലേക്കാണ് നമ്മൾ മനുഷ്യരാശി പോകുന്നത്. വളരെ ദൂരെ പഴയ കൊട്ടാരങ്ങൾ വലിയ കൊട്ടാരം ഉണ്ടാക്കി 12 കസേര ഇട്ടിരുന്ന പടങ്ങൾ ഇപ്പം വാട്സപ്പിൽ നിന്ന് പ്രചരിക്കുന്നുണ്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ് ദെൻ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് എന്തിനായിരുന്നു വാസ്തവം. ഇപ്പോൾ അതാ വീണ്ടും വന്നു. ഇപ്പോഴുള്ള ഒരു മന്ത്രിസഭയുടെ മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ ഹാളിൽ ദൂരെ കസേര ഇട്ടാണ്ടിരുന്നത്. ഡിസ്റ്റൻസിങ് ആരംഭിച്ചു. അപ്പോൾ ഇത് അപ്പം നമ്മൾ തിരിച്ച് സമഷ്ടി മനസ്സിലേക്ക് വരാം. അപ്പോൾ ഈ സമഷ്ടി മനസ്സ് ഒരിക്കലും ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതല്ല. അതിൻ്റെ ഇൻബോൺ ഇന്നേറ്റായിട്ടുള്ള ഒരു യൂണിഫോമിറ്റി ഉണ്ടെങ്കിൽ പോലും അതിന് ആ ഏകത്വത്തിൽ തന്നെ ഒരു നാനാത്വം അനുഭവിക്കാനുള്ള സാധ്യത ഓരോ ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് മറന്നുപോയത്. കാരണം ആ ബുദ്ധൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആയിട്ട് അവശേഷിക്കുന്നിടത്തോളം ആ ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കുന്നു. ഇതാരും സമ്മതിച്ചു തരുന്ന കാര്യമല്ല. ബുദ്ധന്മാരായിരിക്കുന്നവർ, ജ്ഞാനികളായിരിക്കുന്നവർ, ജീവൻ മുക്തരായിരിക്കുന്നവർ, എന്തൊക്കെ പേര് പറയുന്നത് എന്ത് വേണോ വിളിക്കാം, അവരൊക്കെ പിന്നെ ഈ പ്രപഞ്ചത്തിലേക്ക് തിരിച്ചു വരാതെ പോകുന്നു എന്നുള്ളതാണ് ഒരു ധാരണ. നല്ല ധാരണയാണ്, ധരിക്കാൻ കൊള്ളാവുന്നതാണ്. അങ്ങനെ ഒരു സ്വപ്നം മുമ്പേ ഇരിക്കുന്നത് നല്ലതാണ്. ഒരു കാരറ്റ് ബിഫോർ എ ഹോഴ്സ് എന്ന് പറയും പോലെ അത്തരത്തിലൊരു ഹോപ്പുള്ളത് നല്ലതാണ്. പക്ഷേ നമ്മളിതിനേക്കാളും ഭീകരമായിരിക്കുന്ന രീതിയിൽ തന്നെ ഈ സംസാരത്തെ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഇതിനേക്കാളും കപ്പാസിറ്റിയോട് ഇതൊക്കെ തന്നെ അനുഭവിക്കുന്നു, ഒരു സംശയമൊന്നുമില്ല. പക്ഷെ ഭയമില്ലാതെ നിർഭയമായിട്ട് ഭയത്തിൽ കൂടി പോവും, സങ്കോചത്തിൽ കൂടെ പോവും, ദുഃഖരഹിതമായി ദുഃഖത്തിൽ കൂടെ പോവും, ആഹ്ലാദരഹിതമായി ആഹ്ലാദത്തിൽ കൂടെ പോവും. ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ കൂടി അയാൾ സഞ്ചരിക്കുന്നു. അതാണ് ആ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇതെങ്ങനെയാണിത്? അപ്പോൾ ഒരു ആത്മീയ അനുഭവം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ആനന്ദാനുഭവം ഉണ്ടാകുന്ന സമയത്ത് ഈ പറയുന്ന വ്യഷ്ടി മനസ്സിലാണോ അത് സംഭവിക്കുന്നത്, അതോ ഈ സമഷ്ടി മനസ്സ് ആ സമയത്തോടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാതെ തന്നെ? നല്ല ചോദ്യമാണ്. ഇതിപ്പോൾ നരേന്ദ്രന് രാമകൃഷ്ണദേവൻ്റെ അടുത്ത് വരുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വായിച്ചു കാണും. വ്യഷ്ടി മനസ്സിനകത്ത് സമഷ്ടി മനസ്സിൻ്റെ സന്നിവേശം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണത്. അപ്പോൾ താൽക്കാലികമായിട്ട് സമഷ്ടി മനസ്സിൻ്റെ ഒരു എത്തിനോട്ടം പോലും വ്യഷ്ടി മനസ്സിൻ്റേതായ അവസ്ഥയിൽ നിന്നുകൊണ്ട്, ആ ശാരീരികാവസ്ഥയിൽ നിന്നുകൊണ്ട് തലച്ചോറിനുള്ള ആ പരിമിതികൾ വെച്ചുകൊണ്ട് അനുഭവിക്കാൻ സാധ്യമല്ല. അതുപോലും ഒരു വലിയ സ്ഫോടനം ഉണ്ടാക്കുന്ന രീതിയിൽ മഹത്തായതാണ്. അതുകൊണ്ട് ഗ്രാജ്വലായിട്ട് മാത്രമേ അതിലേക്ക് വളരെ പതുക്കെ അതിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ഡ്രൈവ് സ്ലോലി എന്നാണ്. അപ്പോൾ വളരെ പതുക്കെ ആ അനുഭവത്തിലേക്ക് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അതുകൊണ്ടാണ് സാധനാ പദ്ധതികൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നതും അതൊക്കെ തന്നെയും കഠിനമായ രീതിയിൽ തടസ്സങ്ങളുള്ളതാക്കി നമുക്ക് തോന്നുന്നതുമൊക്കെ. കാരണം ഇപ്പം ഹിമാലയത്തിലെ
കൊടുമുടികൾ കീഴടക്കാൻ പോവുകയാണെങ്കിൽ ഒറ്റയടിക്ക് അങ്ങ് കയറുക എന്നുള്ളതല്ല. അക്ലമറ്റൈസേഷൻ എന്ന് പറയും. നമ്മൾ ഓരോ സ്ഥലത്തായിട്ട് നിന്ന് താമസിച്ച് ഓരോന്നോ രണ്ടോ ദിവസം താമസിച്ച് അക്ലമറ്റൈസ് ചെയ്യണം. നമ്മുടെ ശരീരം അവിടുത്തെ വാതാവരണവുമായിട്ട്, തണുപ്പ്, ഓക്സിജൻ്റെ ലഭ്യത കുറവ്, ഈ കാര്യങ്ങളുമായിട്ട് നമ്മുടെ ശരീരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമേ മുകളിലോട്ട് പോകാവൂ, ഇല്ലെങ്കിൽ അപകടമാണ്. അതുപോലെ തന്നെ ഈ മഹത്തായ അനുഭവത്തിലേക്ക് പോകുന്നത് അക്ലമറ്റൈസ് ചെയ്തതാണ്. വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന, താങ്കൾ ചോദിച്ച പോലുള്ള പെട്ടെന്നുള്ള അനുഭവത്തിൽ ആ സമഷ്ടി മനസ്സിൻ്റെ സന്നിവേശം ഉണ്ടാകുന്നത് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കുന്നു.